വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവിനോട് സംസാരിക്കുകയായിരുന്നല്ലോ. തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അദ്ദേഹം എന്നാണ് മനസ്സിലാക്കുന്നത്. ഭൂരിപക്ഷം പ്രവചിക്കാറായിട്ടില്ല എങ്കിൽ പോലും ആത്മവിശ്വാസമുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ആ വിവാദ വിഷയങ്ങളിലൊന്നും ഒന്ന് തൊടാനോ അതിന് നിൽക്കാനോ അദ്ദേഹം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതെ, പക്ഷേ അത്തരം കാര്യങ്ങളിൽ തൊട്ടും പിന്നോട്ട് പോകുന്ന നിലപാടും അദ്ദേഹം സ്വീകരിച്ചില്ല എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് കാണേണ്ടതാണ്. ഇപ്പോൾ പി.വി. അൻവറിൻ്റെ വിഷയമാണെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണെങ്കിലും നിലമ്പൂർ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ രണ്ട് രാഷ്ട്രീയ നിലപാടുകൾ വി.ഡി. സതീശൻ സ്വീകരിച്ചതാണ് ഈ നിലമ്പൂരിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായിട്ട് മാറിയത്. പി.വി. അൻവർ രാജിവെച്ചതിന് ശേഷം ഉണ്ടായ ഉപതെരഞ്ഞെടുപ്പ് പി.വി. അൻവർ യു.ഡി.എഫിൻ്റെ ഭാഗമായിട്ട് നിന്നിട്ട് പിണറായിക്കെതിരായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് നേതൃത്വം നൽകും, സ്ഥാനാർത്ഥിയാകും എന്ന തോന്നലാണ് ആദ്യം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം പി.വി. അൻവർ ഇവിടെ യു.ഡി.എഫിനൊപ്പമല്ല എന്ന് മാത്രമല്ല യു.ഡി.എഫിനെതിരെ കൂടെ വലിയ ആരോപണങ്ങൾ എടുത്ത് മത്സരിക്കുകയാണല്ലോ. അതിന് കാരണമായത് വി.ഡി. സതീശൻ്റെ കർക്കശമായിട്ടുള്ള നിലപാടാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ തെരഞ്ഞെടുപ്പ് വേദിയിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളിലൊന്ന്. രണ്ടാമത്തേത് ജമാഅത്തെ ഇസ്ലാമി വർഗീയ പാർട്ടിയല്ല, വെൽഫെയർ പാർട്ടിയുമായി ബന്ധത്തെ ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് വലിയ ചർച്ചയ്ക്ക് കാരണമായി. ഇപ്പോഴും അത് പ്രധാനപ്പെട്ട ചർച്ചയാണ്. ഈ രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങൾ നിലമ്പൂരിൽ ഉണ്ടാകാനിടയായത് അദ്ദേഹത്തിൻ്റെ വി.ഡി. സതീശൻ്റെ നിലപാട് കൊണ്ടാണ്, കർക്കശമായ നിലപാട് കൊണ്ടാണ്. അക്കാര്യത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നുണ്ടോ എന്നൊരു ചോദ്യത്തിന് അദ്ദേഹം അക്കാര്യത്തെ സ്പർശിച്ച് ജമാഅത്തെ ഇസ്ലാമി എന്ന വാക്കൊന്നും പറയാതെയാണ് മറുപടി പറഞ്ഞതെങ്കിലും അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറല്ല എന്ന സൂചനയാണ് അദ്ദേഹം വ്യക്തമായിട്ട് തന്നെ നൽകിയത്. ഇത് തെരഞ്ഞെടുപ്പ് വിജയം വല്ലാത്ത തോതിൽ ഉണ്ടാകും, വലിയ മുന്നേറ്റം ഉണ്ടാകും എന്ന് തന്നെ വി.ഡി. സതീശൻ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. അങ്ങനെ വിജയം ഉണ്ടാകുന്നിടത്ത് എന്തിന് താൻ പറഞ്ഞ കാര്യം, താൻ എടുത്തൊരു നിലപാട് തിരുത്തണം എന്ന തോന്നലായിരിക്കും സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാവിന് ഉണ്ടാവുക. തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്ത് വലിയ വോട്ടോടെ വിജയിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ രണ്ട് നിലപാടുകൾക്കും വലിയ സ്വീകാര്യത കിട്ടുകയാണ് ചെയ്യുക. എന്തെങ്കിലും തരത്തിൽ പാർട്ടിക്കകത്ത് അല്ലെങ്കിൽ പാർട്ടിക്ക് പുറത്ത് ഇതിനെതിരാളൊരു വിമർശനമൊന്നും ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല. പക്ഷേ തിരിച്ചാണെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിന് ക്ഷീണം ഉണ്ടാവുകയാണെങ്കിൽ എന്ന് വെച്ചാൽ സ്വരാജ് വിജയിക്കുക മാത്രമല്ല വല്ലാത്ത തോതിൽ ഭൂരിപക്ഷം കുറഞ്ഞാണ് ഷൗക്കത്ത് ജയിക്കുന്നതെങ്കിൽ പോലും ഈ രണ്ട് വിഷയങ്ങളുടെയും പേരിൽ മുന്നണിക്കകത്തും പാർട്ടിക്കകത്തും വി.ഡി. സതീശൻ വിമർശിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് നമുക്കറിയാം. ഇപ്പോഴേ അത് പ്രവചിക്കാവുന്നതേ ഉള്ളൂ. ഈ രണ്ട് സാഹചര്യമാണല്ലോ ഉണ്ടാകേണ്ടത്. ഒന്നുകിൽ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കും, അല്ലെങ്കിൽ തോൽക്കും, അല്ലെങ്കിൽ വോട്ട് കുറയും. ഈ ക്ഷീണം പറ്റുന്ന സന്ദർഭങ്ങളിലാണെങ്കിൽ ഈ രണ്ട് വിഷയങ്ങളുടെ പേരിൽ വി.ഡി. സതീശന് നല്ല എതിർപ്പും വിമർശനവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്നും യു.ഡി.എഫിനകത്ത് നിന്നും കിട്ടുക എന്നതായിരിക്കും ഉണ്ടാവുക. പ്രത്യേകിച്ചും മുസ്ലിം ലീഗ് നല്ല നിലക്കുള്ള വിമർശനം ഈ രണ്ട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ വന്ന് ഉന്നയിച്ചേക്കാം. എന്തായാലും ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും പിന്തിരിച്ച് നോട്ടം അല്ലെങ്കിൽ തിരുത്തൽ നടത്തേണ്ടതേ ഇല്ല എന്ന അതികർക്കശമായുള്ള രാഷ്ട്രീയ നിലപാടാണ്. സ്വാഭാവികമായും ഇത്തരം ഘട്ടങ്ങളിൽ പറഞ്ഞുപോയ വാക്കുകളെക്കുറിച്ച് ഏത് കൊള്ളാവുന്ന രാഷ്ട്രീയ നേതാവും സ്വീകരിക്കാവുന്ന നിലപാടാണ് അല്പം മുമ്പ് എന്നോട് സംസാരിച്ചപ്പോൾ വി.ഡി. സതീശൻ എടുത്തത്. ലക്ഷ്മി.